Hello students, welcome back to MNC YouTube channel. നിങ്ങൾ എല്ലാവർക്കും വീണ്ടും MNCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. This is my third lecture on the chapter polynomial for CBC tensions. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡീൽ ചെയ്യുന്നത് doing some of the exercise questions in your NCERT text. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് സീറോസും കോഎഫിഷ്യന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ പഠിച്ചു. അത് ബേസ് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് in this class. Okay? Going to question number 1. Find zeros of the quadratic polynomial and verify the relationship between zeros and coefficients. This is the question given. Okay. ഇത് എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് to find the zeros. എങ്ങനെ സീറോ കണ്ടുപിടിക്കുക? നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമില്ല. സീറോസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? Let p of x is equal to എന്ത് ഇട്ട് കൊടുത്തു? 0 എന്ന് p of x equal to 0 ഇട്ട് കൊടുത്തു. എന്ന് പറഞ്ഞാൽ 6x square minus 3 minus 7x is equal to 0. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും this is not in the general form because a quadratic polynomial should be in the form of ax square plus bx plus c എന്ന് പറഞ്ഞായിരിക്കണം quadratic polynomial കിടക്കേണ്ടത്. x square x അങ്ങനെ വന്നു. അപ്പം there's a change here അല്ലേ? അപ്പൊ ജനറൽ ഫോമിലൂടെ എഴുതുമ്പോൾ 6x square minus 7x minus 3 equal to എന്ത് കൊടുത്തു? 0 എന്ന് ഇട്ട് കൊടുത്തു. സി കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നു. പക്ഷെ ഡിഫറൻസ് ഉണ്ട് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. വൺ ഇസ് പ്രൊഡക്റ്റ് എ ഇൻറ്റു ബി, അനദർ ഇസ് എ പ്ലസ് ബി. രണ്ട് നമ്പറിന്റെ പ്രൊഡക്റ്റും രണ്ട് നമ്പർ സമം. സാധാരണ ഞാൻ പറഞ്ഞ നേരത്തെ ക്വസ്റ്റ്യനകത്ത് ഈ നമ്പർ ആയിരുന്നു ഞാൻ പ്രൊഡക്റ്റ് ആയിട്ട് എടുത്തത്, ഈ നമ്പർ ആയിരുന്നു ഞാൻ എന്തായിട്ട് എടുത്തത്? സം ആയിട്ട് എടുത്തത് അല്ലെ? പക്ഷേ നേരത്തെ ക്വസ്റ്റ്യനകത്തൊക്കെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരുന്നു. എക്സ് സ്ക്വയർ മൈനസ് ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ക്വസ്റ്റ്യൻ 5x + 6 ആണെങ്കിൽ പ്രൊഡക്റ്റ് 6ഉം സം എത്രയാ? -5 എടുക്കും. പക്ഷേ ഇവിടെ ഒരു കോഎഫിഷ്യന്റ് 1 ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. 1 അല്ലാത്തൊരു ക്വസ്റ്റ്യനേക്ക് എടുക്കണം. കോഎഫിഷ്യന്റ് എക്സ് സ്ക്വയർ കോഎഫിഷ്യന്റ് എത്രയാ? 6 അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രൊഡക്റ്റ് നിങ്ങൾ എടുക്കേണ്ടത് a into b means you multiply these two things. 6 into -3 it is -18. See? And sum is another number. എന്താണ് sum is എത്രയാ? -7. പിന്നെ എന്താ ചെയ്യണമെന്ന് അറിയാലോ? 18 എങ്ങനെയൊക്കെ എഴുതാം പ്രൊഡക്റ്റ് ആയിട്ട്? 9 into 2 is 18. പിന്നെ 18 into 1 is 18 അല്ലേ? ആണോ അല്ലയോ? പിന്നെ എന്താ പറയാൻ പറ്റും? വേറെ 18 ഉണ്ടോ? ഇല്ലല്ലോ. ക്ലിയർ അല്ലേ? പിന്നെ എത്രയാ? 3 into എത്രയാ? 3 into 6 is 18. ഇങ്ങനെയൊക്കെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം. ഫ്രം ദിസ് നമ്പേഴ്സ്, ഈ കിടക്കുന്ന നമ്പേഴ്സ് ഉപയോഗിച്ച് സമത്ര നമ്പേഴ്സ് 9ഉം 2ഉം 18ഉം 1ഉം അതുപോലെ 3ഉം 6ഉം ഈ പേർ ഉപയോഗിച്ച് നമുക്ക് ഏതാ -7 ഉണ്ടാക്കാനായിട്ട് ഏതൊക്കെ നമ്പർ സെറ്റ് എടുത്താൽ മതി? 3 6 വെച്ച് ഉണ്ടാക്കാൻ പറ്റില്ല. 18 1 വെച്ച് 7 ഉണ്ടാക്കാൻ ഒരിക്കലും പറ്റില്ല. പക്ഷെ 9 2 വെച്ച് 7 ഉണ്ടാക്കാം. എങ്ങനെ? 9 + 2 7 അല്ല, 9 + 2 11 ആണ്. എന്ത് 7 ആ? -7 ആകുമ്പോൾ വലിയ നമ്പർ മൈനസ് ആയിരിക്കണം. -9 + 2 ഈസ് എന്ത് 7 ആണ്? ഇറ്റ് ഈസ് -7. -9 × 2 ചെയ്താലും ഉത്തരം എന്ത് തന്നെയാ? -18. See, the product and sum is same. And what are the two numbers? -9 and 2. Now going to the question. What are the numbers? -9 and 2. That means 6x square minus 9x plus 2x minus 3 equal to 0. That means you have splitted -7 like this. -9x and -9 plus 2. എന്നിട്ട് എന്താ ചെയ്യാ? ഇതിനകത്തുനിന്ന് കോമൺ എടുക്കാനാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. Yes or no? Yes. Then what is common to these two things? രണ്ട് കോമൺ ആയിട്ട് എന്ത് എടുക്കുന്നുണ്ട്? പറ. 6 എന്ന് പറയുമ്പോൾ എത്രയാ? 3 into 2. 9 എന്ന് പറയുമ്പോൾ എത്ര? What is 9? 3 into 3. ശരിയല്ലേ? What is common? 3 is common. 3 is common and also x square x x common. What is remaining? പറ, what is remaining? 3 പോയ മിച്ചം remaining എത്രയാണ്? 2x. ഇവിടെ 3 കോമൺ എടുത്താൽ മിച്ചം 3. അപ്പം what is that? -3. 2x minus 3. Okay. What is your common? Here 2x minus 3. Nothing is common, right? Only 1 is common. Therefore you take right like this plus 1 into what is that? 2x minus 3 equal to 0. ഞാൻ പറഞ്ഞില്ലേ ഈ കിടക്കുന്നത് തന്നെയായിരിക്കണം ഇത് വരേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്തു? What to do is that? What to do? From these two things, what to take common? 2x minus 3 common ആയിട്ട് എടുത്തു. 2x minus 3 common എടുത്താൽ what will be the remaining? 2x minus 3 common എടുത്താൽ remaining എത്രയാ? 3x plus 1. 3x plus 1 is equal to 0. Is it clear? Then you can tell that either 2x minus 3 is equal to 0
or 3x plus 1 equal to 0. That means 2x is equal to 3 and x is equal to, you can write as 3 by 2. Minus 3 plus 3. Same way, 3x plus 1 equals 0, then 3x can be written as plus 1, go to the right side, becomes minus 1, and x is equal to, you get minus 1 by 3. That means you get 2 zeros. That means you get 2 zeros. Is it clear? Then therefore, the first section of the question is completed. You have founded the zero. What is the next question? You have to find what the relationship between zeros and coefficient. That means here in this question, let alpha and beta are which zeros of p of x. Then what is alpha? Then you can put the value of alpha as, you take the alpha as 3 by 2 and beta as minus 1 by 3. No problem if it's been changed. Alpha is beta. Okay. We define relationship. What are the two relationships? Sum. Yeah, sum of the zeros. What is sum of zeros? Alpha plus beta. Alpha plus beta. What is alpha plus beta? Here this alpha is 3 by 2 plus minus 1 by 3. And when you take multiply 3, yeah, 3 into 2. So let's say 3 into 2, 6. Yeah, the easiest way is to write 2 into 3, 6. Then you cross multiply like this. Simplest way, 3 into 3 is 9. 2 into minus 1 minus 2. The answer you get is 7 by 6. Right? And using the coefficient. This is using zeros. And this is using which one? This is using zeros. And here it is going to which one? Using coefficients. Using coefficient. Alpha plus beta. You have studied that this is equal to what? This is equal to minus b by a. And what is a and b and c? What's a and b and c? In this question, what is a? What is a? What is the coefficient of x square? It is, therefore you can write here. I am writing here, see. I am writing here 6x square minus, it should be the general form, 6x square, then the x term. What is that? Minus 7x, then the constant term, minus 3. This is the polynomial. Ax square plus bx plus c, then you compare this as a is 6, b is what? B is equal to which 7? Minus 7, because it is plus here, it is minus here. C equal to the constant term, it is minus. If minus from the angle, in the minus is it clear? And then what is that? Is equal to minus, what is b? Minus 7 divided by a, what is a? 6. C. Answer is 7 by 6. Both answers are same. You have verified the sum. One more relationship is remaining. What is that relationship? You have to find the product, right? Then you are going to find the product. What is product means? Alpha into beta. Alpha into beta. What is alpha? Using zeros, 3 by 2 into, what is beta? Minus 1 by 3. 3 get cancelled. You get the answer as minus 1 by 2. Using coefficients. This is using zeros. And as you are verifying using coefficients. What is the coefficient? Using coefficient, what is alpha into beta? You have studied. It is c by a. Then what is c? What is c here? It is minus 3 divided by, what is a? It is 6. You simplify, you get the answer as minus 1 by 2. Both the answers are same. Hence you can write that you are verified. That's the answer. Is it clear? Okay, write it down. Okay, going to question number 2. Here it is given p of u is equal to x square a 4 u square plus a2. This is an exercise question of 2.2, first question and sub question 4. Okay, it will be on the NCERT test. Anyway, how to find this first one? You have to find the zero, then you find the relationship. Okay, how to find the zero? First step, always same. What is that? You put the polynomial equal to 0. Then you can write 4u square plus 8u is equal to 0. You see, this equation, quadratic polynomial, is incomplete, right? Because you have a square term, you have a degree 1 term, there will be constant. Because quadratic polynomial in the general form x square x constant. Splitting the military factorization method shortcut way. What is common to these two things? The simplest way. What is common to these two things? Here it is 4, here it is 8.
8 can be written as 4 into 2. You can see that 4 is common. I take 4 common. Here it is u square and it is here u. What is common? You can take u as common. You take 4u as common. Okay? I'm not using splitting the letter. I'm directly doing the question. Okay? Then, what? When you take 4u as common, what is the remaining? The remaining will be u, right? And here, when you take 4 common, remaining is 2. And you already take u as common, you get answer as u plus 2 is equal to 0. Very simple thing. That means, this thing 4u into u plus 2 equals 0 means, what is the result here? This thing into this thing is equal to 0. അങ്ങനെ പറഞ്ഞാൽ എന്താ പറയാൻ പറ്റുക? ഇങ്ങനെ അങ്ങനെ into 0 കിട്ടിയാൽ ഒന്നെങ്കിൽ 4u 0 ആയിരിക്കും, അല്ലെങ്കിൽ 4u 0 ആയിരിക്കും, അല്ലെങ്കിൽ u plus 2 0. നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബോധം വേണം. എന്താണ് രണ്ടെണ്ണം ഇൻറ്റു ചെയ്ത് 0 എഴുതിയാൽ ഒന്നെങ്കിൽ 4u 0 ആയി, അല്ലെങ്കിൽ u plus 2 0 ആയി. അപ്പൊ u ന്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ 0/4 you get the answer as 0. ഇവിടെ u plus 2 0 ആണെങ്കിൽ u ന്റെ വാല്യൂ എത്ര കിട്ടാൻ പറ്റും? u is equal to -2. അപ്പൊ what are the zeros? What are the values of u? 1 is 0 and 3 is -2. Therefore you can write as, you take alpha and beta are 0. അപ്പൊ alpha എന്ന് പറഞ്ഞാൽ ഒരു 0 എത്രയാണ്? alpha എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ എത്ര കിട്ടി? 0. അടുത്ത 0 ക്ക് എന്ത് കിട്ടി? അടുത്ത നെക്സ്റ്റ് 0. ബീറ്റ എന്ന് പറഞ്ഞാൽ -2. You can write like that. alpha and beta ഞാൻ 0 എടുക്കും. സാധാരണ alpha beta എന്നാണ് ടെക്സ്റ്റ് ബുക്കിനകത്ത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. You take alpha and beta. Okay, first question is completed. We find the 0. Second question, we will find the relationship. There are two relationships. What is that? Sum of zeros. What is sum of zeros? What is sum of zeros? Alpha plus beta. 0 plus -2. You get the answer as -2. This is using zeros. By coefficient, you have studied that alpha plus beta is equal to minus b by a. It is equal to minus, what is b? -8. What is a? 4. Divide ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്ത് 2 ആണ്? -2. Okay. Again you have to find relation. ഒരു relation കൂടി ഉണ്ടല്ലോ. എന്താണ്? Product of zero. Zerosന്റെ product. Okay. What is the relationship? Product means alpha into beta. You find alpha into beta. Alpha into beta means is equal to, what is alpha? 0 into -2. The answer is 0. This is using zeros. അല്ലേ? ഇനി കോഎഫിഷ്യന്റ് വെച്ച് നമ്മൾ എന്താ ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് എന്താ പഠിച്ചിരിക്കുന്നത്? ഇറ്റ് ഈസ് c by a. What is c? 0. What is a? 4. The answer is 0. Both answers are same. Therefore you verify. Is it clear? Yes or no? Okay. Going to the next question. Question number 3. Going to question number 3. P of x is equal to, I am writing x square minus 3. X square minus 3. In a textbook it is, we can remove that question. I can write question number 3. P of t is equal to t square minus 15. See, if you write p of x, this is wrong because the polynomial is in t. അതുകൊണ്ട് p of t നെ represent ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. This is exercise question, exercise 2.2. 2.2. Question number, what is the question number? Question number 1/4. Okay, this is the question number. Textbook. Okay. Therefore, you have to find same question. You have to find zeros and coefficient. What is the first step? Same again. You have to put that polynomial equal to 0 എന്ന് കൊടുക്കണം. എല്ലാത്തിന്റെയും അതിന്റെ തുടക്കതാണ്. അപ്പം t square minus 15 is equal to 0. t square minus 15 equal to 0. നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഇതില്ലേ? Because ഈ പോളിനോമിയലും എന്തല്ല അതിന്റെ കംപ്ലീറ്റ് ഫോം ആണോ? അല്ല. ബിക്കോസ് യു സി ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c എന്നല്ലേ കിടക്കേണ്ടത്? a b c എന്ന് പറഞ്ഞേ ആദ്യം തന്നെ ആയിക്കോട്ടെ. വാട്ട് ഈസ് a and b? a എന്ന് പറഞ്ഞാൽ x സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്, അതായത് ഇവിടെ കിടക്കുന്ന t സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് a കൊണ്ട് 1 ആണ്. b എന്ന് പറഞ്ഞാൽ x ന്റെ കോഎഫിഷ്യന്റ്, ഇവിടെ x ടേം ഇല്ല. അപ്പൊ b ഇവിടെ എത്രയാണ്? 0. മനസ്സിലാവുന്നുണ്ടോ? c എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടേം ആണ്, അത് എത്രയാണ്? -15. See, x സ്ക്വയറിന്റെ കൂടെ കിടക്കുന്ന കോഎഫിഷ്യന്റ് ആണ് a. അപ്പൊ x സ്ക്വയർ എന്ന t സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1. പിന്നെ x കിടന്നാൽ ഇവിടെ ആര് വേണം? t വരണം. അങ്ങനെ സാധനം ഇല്ല. അതുകൊണ്ട് b എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് 0. പിന്നെ എത്ര? c യുടെ വാല്യൂ എന്ത്? 15 ആ? -15. കിട്ടുന്നുണ്ടല്ലോ. ഇനി അത് അവിടെ കിടക്കട്ടെ. ഫസ്റ്റ് വൺ ചോദ്യം എന്താ? 0 കണ്ടുപിടിക്കണം. ഇത് നിങ്ങൾ വിചാരിക്കും സ്പ്ലിറ്റിംഗ് ദി മിഡിൽ ടേം മെത്തേഡ് വേണോ? വേണ്ട.
അപ്പൊ എന്ത് ചെയ്താൽ മതി? ടി സ്ക്വയർ മൈനസ് 15 ഈക്വൽ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്, റൈറ്റ്? ഇങ്ങനെ എഴുതാം, ടി സ്ക്വയർ ഈക്വൽ ടു 15 എഴുതാം. ടി സ്ക്വയർ ഈക്വൽ ടു 15, റൈറ്റ്? Then t is equal to, t square is 15, t is equal to plus or minus root 15. Very important. Very, very important. We can write answers plus or minus 15. Because, see, plus or minus. This plus or minus is very important. That means there are two values. See, this is the second degree equation. Second degree equation ആകുമ്പോൾ എത്ര സീറോസ് ഉണ്ടെന്നാ പറഞ്ഞേ? രണ്ട് സീറോസ് എപ്പോഴും കാണും. അപ്പം ഇവിടെ t square equal to 15 എന്ന് പറഞ്ഞാൽ t is equal to root 15 എന്ന് എഴുതിയാൽ it is wrong. You have to put plus or minus. That means the value of t can be root 15 and answer is also, what is that? It is minus root 15. Don't forget, if you remove a square to root, there will be plus or minus. For an example, I am writing like this. See here. When you write x square equal to 4, what is the value of x? What is the value of x? You have to write plus or minus root 4, which means plus or minus 2. That means what are the values of x? X can be 2 as well as minus 2, because the square of 2 square is 4 as well as minus 2 in the square is 4. There are two solutions for x. See, എപ്പോഴും മനസ്സിലാക്കുന്ന ലോജിക്കാണ്. ഡിഗ്രി അനുസരിച്ചുള്ള സീറോസ് കാണും. Well, t square is equal to plus 1. That means one of the zero is root 15. Another zero is what? Another zero is minus root 15. Therefore, you can write alpha as root 15 and beta as minus root 15. Is it clear? Okay. Then, go to verify the relationship. What is the relationship? Sum of the zeros. What is that? Alpha plus beta. Alpha plus beta means by using zeros, root 15 plus minus root 15, you cancel, you get 0. By the coefficient, you have studied what is alpha plus beta? Minus b by a. Minus b divided by a, which is equal to minus. What is b here? It is 0. By a means, what is a here? 1. 0 by 1, the answer is 0. Another relationship, product of the zero, alpha into beta. By using zeros, what is that? What is alpha? Root 15 into minus root 15. Root 15 into root 15. Minus is what is root 15? Root 15. It is 15. Root 2 into root 2. Root 2 into root 2. The answer is 2. If you have same number of root 2, same at root എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കാം. അതായത് root 3 into root 3. So which പറയണം? It is 3. Okay. What alpha into beta? What alpha into beta is? You have studied the result as c by a by using coefficient. What is c? Here it is minus 15. Divided by a is 1. C minus 15. Both the answers are same. This is a way to be, therefore it is verified. Is it clear? Okay, I'll write it down.